കേരള വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് യൂണിയൻ പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന പീരുമേട് താലൂക്ക് തല രജിസ്ട്രേഷനും 2024-25 വാർഷിക പൊതുയോഗവും പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം MS മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആയുധങ്ങളാലും മറ്റു മാർഗങ്ങളിലൂടെയും വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിശ്വകർമ്മജർക്ക് തൊഴിലിനിടയിൽ സംഭവിക്കുന്ന അപകടങ്ങളിൽ വേണ്ട സഹായങ്ങൾക്കും പ്രായാധിക്യവും നേരിടുമ്പോൾ ജോലി ചെയ്യേണ്ടി വരുന്നവരുടെ സുരക്ഷയ്ക്കുമായും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന മറ്റ് മേഖലകൾക്കൊപ്പം വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതി പ്രകാരമാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പദ്ധതി പ്രകാരം ഓരോ അംഗങ്ങളും അതാത് താലൂക്ക് യൂണിയന് കീഴിൽ അവരവർക്ക് അക്കൗണ്ടുകളുള്ള ബാങ്ക് മുഖാന്തരം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇപ്രകാരമാണ് കേരള വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് തല PM വിശ്വകർമ്മ യോജന രജിസ്ട്രേഷൻ പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. കേരള വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് B ബിനു അധ്യക്ഷനായിരുന്നു. കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം MS മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന കേരള വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് യൂണിയൻ 2024-25 വാർഷിക പൊതുയോഗത്തിൽ സെക്രട്ടറി ഗീതാകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പീരുമേട് താലൂക്ക് യൂണിയൻ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ B ബിനുവിനെ പ്രസിഡന്റായും ഗീതാകുമാർ സെക്രട്ടറിയായും ഉള്ള മുൻകാല ഭരണസമിതി നിലനിർത്തുവാൻ തീരുമാനിച്ചു. വരുന്ന വാർഷിക പദ്ധതികളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനും വാർഷിക പൊതുയോഗത്തിൽ തീരുമാനവുമായി. ന്യൂസ് ബ്യൂറോ പീരുമേട്.